Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് Realme GT Neo എഡിഷനും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് Realme GT Master Explorer എഡിഷൻസ്. സോ ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ Realme GT Masterന്റെ അൺബോക്സിംഗ് എൻ്റെ സുഹൃത്ത് ചാനലിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും ബാക്കി വിശേഷങ്ങളും റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ഞാൻ ആദ്യത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ഗീക്സ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ Realme GT Master എഡിഷൻ്റെ ബോക്സിംഗ് പാക്കേജ്. എക്സാക്ട് നമ്മൾ Realme X7 Maxലും Realme X7ലൊക്കെ കണ്ടുവന്ന അതോടൊപ്പം Realme GTയിലൊക്കെ കണ്ടുവന്ന അതേ ഒരു ബോക്സിംഗ് പാക്കേജാണ്. പക്ഷേ Realme X7 Maxനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഗ്രേ കളർ കൂടുതലായിട്ട് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ താഴത്ത് Realmeയുടെ ബ്രാൻഡിങ് എടുത്തിട്ടുണ്ട്. ഇവിടെയും Realmeയുടെ യെല്ലോ കളർ ബ്രാൻഡിങ് എടുത്തിട്ടുണ്ട്. സോ നല്ലൊരു കിടിലൻ വലിയൊരു ബോക്സിംഗ് പാക്കേജാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ബോക്സിൻ്റെ ഈ റാപ്പിംഗ് ഒന്ന് മാറ്റിയിട്ട് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്ന കണ്ടൻസും ഒക്കെ കാര്യങ്ങളൊന്ന് നോക്കാം. സോ നമുക്ക് ഈ റാപ്പിംഗ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റാം. ഓക്കെ, സോ നല്ലൊരു രീതിയിൽ തന്നെ ഈ റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സോ ബോക്സിന് ചുളിവൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ റാപ്പിംഗ് ഒന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, മാറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് രണ്ട് കൈ വെച്ച് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമുക്ക് സ്ലോലി ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കുറച്ച് ടഫാണ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ടോപ്പ് ഷെൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Realme എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ടോപ്പ് ഷെല്ലൊന്നും നൈസിലൊന്നും എടുത്ത് മാറ്റാം. സോ ഈ ഒരു ടോപ്പ് ഷെല്ലിൻ്റെ അകത്ത് നമ്മുടെ യൂസർ ഗൈഡ്, പിന്നെ നമ്മുടെ Realmeയുടെ തന്നെ വാറൻറ്റി, ഇതിനെ മാത്രമാണ് ഈ ഒരു ചെറിയൊരു ടോപ്പ് ഷെല്ലിൽ കിട്ടുന്നത്. കേസ് ഒന്നും ഈ ടോപ്പ് ഷെല്ലിൽ കിട്ടുന്നില്ല. സോ നമ്മുടെ Oppo Reno 6ൽ കണ്ടതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയുള്ള ബോക്സിംഗ് പാക്കേജാണ്. സോ ബോക്സിൻ്റെ ബാക്കി എന്തൊക്കെ ഇനി കിട്ടുമെന്ന് നോക്കാം. സോ നമുക്കൊരു കേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്യൂട്ട് കേസാണ് ഈ ഒരു കമ്പനി തന്നിരിക്കുന്നത്. ഒരു ലെതറും പ്ലാസ്റ്റിക്കും കൂടെ ചേർന്ന ഒരു കേസാണ്. കാരണം ഇത് നമ്മുടെ Realme GT Master Explorer എഡിഷനിൽ കണ്ട ആ ഒരു ബാക്ക് പാനലിൻ്റെ ഒരു കേസാണ് കമ്പനി ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് Realme GT Master ആണ്, എക്സ്പ്ലോറർ എഡിഷൻ അല്ല. ഇത് മാസ്റ്റർ ആണ്. എക്സ്പ്ലോറർ എഡിഷൻ്റെ വീഡിയോ വരുന്നതാണ്. ഇത് അകത്ത് ഫുള്ള് സിലിക്കൺ കേസാണ്. പക്ഷേ ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു ലെതറായിട്ട് നമുക്ക് തോന്നും. സോ നല്ലൊരു ലെതറി ഫിനിഷി പാഡ് എടുത്തിട്ടുണ്ട്. സോ കേസ് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. 65 വാട്ടിൻ്റെ ഒരു VOOC ചാർജിങ് തന്നിട്ടുണ്ട് Realme. സോ നല്ല കിടിലൻ ഒരു ഡാർക്ക് ചാർജർ തന്നെയാണ്. സോ നമുക്ക് ബാക്കി നമ്മുടെ കേബിളാണ് കിട്ടുന്നത്. എല്ലാ ഫോൺസിലുള്ളതുപോലെ തന്നെയാണ് USB to Type-Cയുടെ ഒരു കേബിളും കൂടെ സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു കേബിളും കൂടെ എടുത്ത് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ കേബിള്. നല്ല അത്യാവശ്യത്തിന് നല്ലൊരു എന്താ പറയുക നീളമുള്ളൊരു കേബിൾ തന്നെയാണ്. പിന്നെ ആ കേബിൾ എടുത്ത് മാറ്റുമ്പോൾ അതിൻ്റെ അകത്ത് സിം ജംഗ്ഷൻ്റെ പിന്നും വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഫോണിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ Realme GT Master. സോ നമുക്ക് ഈ ഒരു റാപ്പിംഗ് ഇങ്ങനെ ഇളക്കിയെടുക്കാം. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യേണ്ടതാണ്. സോ നമുക്ക് ഇതല്ലെങ്കിൽ താഴെ കൊണ്ടെടുക്കാം. ഓക്കെ, സോ ഓക്കെ നമുക്ക് പൊട്ടിക്കാം. അത് തന്നെയാണ് ബെറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ Realme GT Master എഡിഷൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ടും ഒരു ക്യാമറ ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ്. ഇത് ഗെയിമിങ്ങിലോട്ടൊന്നും അല്ല നോക്കുന്നത്. ക്യാമറ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കമ്പനി ബിൽഡ് ചെയ്തൊരു സ്മാർട്ട് ഫോണാണിത്. Realme GT സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഉള്ളത് മാസ്റ്റർ എക്സ്പ്ലോറർ ആണ്. സോ ഈ ഒരു എഡിഷന് മുമ്പായിട്ട് അവർ GT Neoയും GTയും ആണ് ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ GT മാസ്റ്ററിലും കുറേ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ക്യാമറ മൊഡ്യൂളിലും അതോടൊപ്പം ആ ഒരു ബാക്കിൽ ലെതറി പാഡിലും എല്ലാത്തിലും നല്ലൊരു ബിഗ് ചേഞ്ചസ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ്, പിന്നെ അവിടെ ഗ്ലാസ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ക്ലീൻ ആണ്. ഒരു സെക്കൻഡറി മൈക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതോടൊപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം താഴ്ഭാഗത്തായിട്ട് Type-C പോർട്ട്, സിം സ്ലോട്ട്, പ്രൈമറി മൈക്ക്, സ്പീക്കർ ഗ്ലിസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പവർ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. സോ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് പവർ ബട്ടൺ നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. പവർ ബട്ടണിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല. സോ എല്ലാ Realme Oppo ഫോൺസിലും കണ്ടുവരുന്നത് പോലെ തന്നെയാണ് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി വരുന്നുണ്ട്. സോ Realmeയുടെ ലോഗോയും കാണിക്കുന്നുണ്ട്. സോ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് നോക്കാം. സോ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ആവുന്നുണ്ട്. സോ ഓൾറെഡി ഈ ഒരു സ്മാർട്ട് ഫോൺ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് സ്മാർട്ട് ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാം.
ഓക്കെ, റിയൽമി UI 2.0 വിത്ത് ആൻഡ്രോയിഡ് 11 ആണ് ഇതിനകത്ത് റൺ ആവുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.55 ഇഞ്ചസിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. റിയൽമി ഫോൺസിൽ ആദ്യമായിട്ടാണ് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറിൽ കൊണ്ടുവരുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്യാമറയും കൂടി കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്യാമറ എന്നെ ആക്ച്വലി ഞെട്ടിച്ചു, കാരണം ഒരു 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും കൂടെ പറയാം, അപ്പം നിങ്ങൾക്ക് ഇത് ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്. അതോടൊപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള ചിൻസും ബെസലസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ്. എക്സാക്ട് നമ്മുടെ OnePlus Nord 2-ലും നോട്ടിലൊക്കെ കണ്ടതുപോലെ തന്നെ നല്ല ചിൻസും ആ കട്ടൗട്ട്സൊക്കെ നല്ല കയറ്റി വെച്ചിട്ടുണ്ട്. മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചെറുതായിട്ട് ബ്ലാക്ക് കയറി നിൽക്കുന്നുണ്ട് നമ്മൾ ഓവർവ്യൂ ആയിട്ട് നോക്കുന്ന സമയത്ത്. അതായത് ഒരു കുറച്ച് ദൂരത്തേക്ക് പിടിച്ച സ്മാർട്ട് ഫോൺ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചിൻസ് ആൻഡ് ബെസലസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയുമാണ് നമുക്ക് ബാക്കിലായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ 32 ഫ്രണ്ടും 64 ബാക്കും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പെക്സും 120 ഹെർട്സും എല്ലാം ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രൈസിലോട്ട് നമ്മൾ കിടക്കുന്നത് ലാസ്റ്റ് ഭാഗത്താണ്. വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും കൂടെ നോക്കാം. സോ ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും പറയാനുണ്ട്. കാരണം സ്പിയ, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ ക്രോം, അങ്ങനെ കുറേ മോഡ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നിട്ടുണ്ട്. മെയിനായിട്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അൾട്രാ വൈഡ് തന്നെയാണ്. കാരണം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാനാണ്. കാരണം നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ഡീറ്റെയിലിംഗ് ഷാർപ്പിങ്ങിനും മിക്ക ഫോൺസിനും കിട്ടില്ല, പക്ഷേ ഇതിൽ കിട്ടുന്നുണ്ട്. ഈവൻ നമ്മുടെ സാധാ രീതിയിൽ എടുക്കുന്ന ഫോട്ടോസിന് വരെ നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കളറിന് സാച്ചുറേഷനും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെയായിട്ടും ഒരു റിയൽമി ഫോൺസിനും കാണാത്ത രീതിയിലുള്ളൊരു ക്വാളിറ്റി ഈ ഒരു ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ഫോട്ടോസാണ്. ഇതൊരു നോർമൽ ഫോട്ടോയാണ് ആ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ വെച്ച് എടുത്തത്. പക്ഷേ ഇതിൻ്റെ അൾട്രാ വൈഡ് നോക്കുന്ന സമയത്ത് വളരെ നല്ല കൂളായിട്ടും അതോടൊപ്പം കിടിലമായിട്ടുള്ള രീതിയിലാണ്. കാരണം ആ ഒരു ഷാർപ്പനിങ്ങും കാര്യങ്ങളും ഒന്നും മാറ്റിയിട്ടില്ല. ഇതിനൊരു അൾട്രാ വൈഡ് രീതി ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. വളരെ നല്ല രീതിയിലിട്ട് ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ട്രീസ് എല്ലാം ഒരു ഭാഗങ്ങളും കമ്പനി ബ്ലർ ചെയ്തിട്ടില്ല. എല്ലാം നല്ല കിടിലൻ രീതിയിൽ തന്നെയാണ് ഷാർപ്പൺ ചെയ്ത് കളറൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അപ്രോച്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. സോ ഇതൊക്കെയാണ് ഇത് ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 778 5G ചിപ്സെറ്റാണ് തന്നിരിക്കുന്നത്. സോ നല്ലൊരു കിടിലൻ 5G ചിപ്സെറ്റാണ്. 6nm പ്രോസസ് ചെയ്യുന്ന ചിപ്സെറ്റാണ്. 4300 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ആണ് എനിക്ക് പറയാനുള്ളത്. അതായത് 27,690 രൂപയാണ് എക്സ്പെക്റ്റഡ് ടു 91 മൊബൈൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നല്ല കിടിലൻ ഫോണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.